വെൽക്കം ടു ദിസ് കിച്ചൺ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പൊരിയുണ്ട എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കര ചീവിയതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ശർക്കരയും വെള്ളമൊക്കെ കൂടെ ചേർന്ന് ഒരു പാനി പരുവത്തിലാക്കി എടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര ഏകദേശമൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലുള്ള ആ വലിയ പീസൊക്കെ ഒന്ന് അലിഞ്ഞ് വരാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അലിഞ്ഞ് തുടങ്ങട്ടെ. അപ്പോൾ എല്ലാം അലിഞ്ഞ് നല്ലതായിട്ട് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നല്ലതായിട്ടൊരു തിക്ക് ഫോമിൽ വരണം. അപ്പോൾ നല്ല ബബിൾസൊക്കെ വന്ന് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് നമ്മളിതുപോലെ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് നോക്കുമ്പോൾ അതിങ്ങനെ ബോൾ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പരുവം. ഇപ്പോൾ ഇത് ആയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ ബോൾ പിടിക്കാൻ പറ്റുന്നില്ല, എന്നാലും വെള്ളത്തിൽ വിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു 2 മിനിറ്റും കൂടെ വെച്ചാലേ നമുക്ക് ആ കറക്റ്റ് പരുവത്തിൽ ആയി കിട്ടുള്ളൂ. അപ്പോൾ ആ ടൈം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ അളന്നെടുത്തിട്ടുള്ള പൊരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം കൂടുതൽ തിക്കാക്കി എടുക്കാൻ പറ്റില്ല ഈ ഒരു ശർക്കര പാനി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 4 കപ്പ് പൊരിയാണ് എടുക്കുന്നത്. പൊരി മലർ എന്നൊക്കെ പറയൂ കേട്ടോ അതിന്. അപ്പോൾ അത് 4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത പാടെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നല്ലതായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുക്കണം. പൊരി മുഴുവനായിട്ടും ഈ ഒരു ശർക്കര പാനി നല്ലതായിട്ട് ആ ഒരു തിക്ക് ശർക്കര എല്ലാം അതിനെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന പരുവത്തിൽ നമുക്ക് നല്ലതായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം വളരെ ലോ ആക്കി ഇടുക. എന്നിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ പൊരി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ കയ്യിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ചൂടോടുകൂടി തന്നെ ഇത് പിടിച്ചിട്ട് ബോളാക്കണം. ഒന്നുകിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചെടുക്കുക. എന്നിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്, ആ ചൂടോടുകൂടിയാണ് ഇത് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് ബോൾ പിടിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് സെറ്റായി പോവും. പിന്നീട് നമുക്കിതിങ്ങനെ ബോൾ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ പൊരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം നമുക്കിതുപോലെ ബോൾ പിടിക്കാം. അപ്പോൾ അതങ്ങനെ കുഴഞ്ഞ പരുവത്തിലാവുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കുറച്ച് സമയം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് തിക്കായി പോവും, സെറ്റാവും. അപ്പോൾ നമുക്കിത് ബോൾ പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചൂടോടുകൂടി തന്നെ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയ പാടന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാ നമ്മുടെ പൊരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 14 പൊരിയുണ്ടയാണ് ഞാൻ ഇതിൽ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാം കൂടെ വെച്ച് എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതിന് തന്നെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള ഈ ഒരു പൊരിയുണ്ട തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.